എൻ്റെ പൊന്നടിയിൽ നീല കളറിൽ വെള്ളം നോക്കിയേ, എന്ത് രസം. നമ്മുടെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് എന്തിട്ട് പരിപാടി മക്കളെ. ഇങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി വരുമ്പോഴേക്കും ചെറുതായി മഴയൊക്കെ പെയ്തു. പിന്നെ ഇവിടുന്ന് നേരെ ഷിലോങ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഷിലോങ് പോകാൻ പറ്റിയില്ല. അങ്ങനെ പോകാൻ കഴിക്കുന്ന ഒരു റൂം ഹോം സ്റ്റേ കിട്ടുന്നുണ്ടല്ലോ, ഇത് മൗണ്ടൻ വ്യൂ ഇൻ എന്ന് പറഞ്ഞിട്ട്. അവിടെ വന്നിട്ട് നേരെ സ്റ്റേ പിടിച്ചു. പിള്ളേർ രണ്ടാളി വണ്ടിയൊക്കെ അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. സമയം ഏകദേശം 9 മണിയാവാറായി. ഇത് വേറെ കൊൽക്കത്തയിലുള്ള വേറെ ടീമുകളൊക്കെ കാലിൻ്റെ വേനുണ്ട്. നല്ല സീനാണ്. നല്ല ബാമ്പു ട്രക്കിന് അല്ല, ബാമ്പു ട്രക്കല്ല, മറ്റേ ഡബിൾ ഡെക്കറൊന്നും പോയിട്ട് പോകാൻ പറ്റില്ല. അത് മിസ്സായി. അത് ഗംഭീര പണിയായത്. മേഖലയിൽ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കണ്ടാണ് ഈ ഡബിൾ ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് മിസ്സായി. ഇനിയിപ്പോൾ ഇവർ പറയുന്നത് ബാമ്പു ട്രക്ക് ചെയ്യാൻ പോകാൻ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു വായു അവിടെ പോയിട്ട് റെസ്റ്റ് ചെയ്യുക, അവർക്ക് വേറെ ഭാഗമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു വരാം, നടക്കേണ്ട കാര്യം സീന പറഞ്ഞു. പക്ഷെ ഇന്നലത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കെടുന്നതിൻ്റെ കാരണമാവും. ചിലപ്പോൾ കുറച്ച് കാലം നടന്നു കഴിഞ്ഞാൽ വീണ്ടും സീനാവും. തണ്ടല് വേന അല്ലാതെ പണികൂടി എപ്പോൾ വരണം നമുക്ക്. പിന്നെ നമ്മുടെ അടുത്തുള്ള റൂം കേട്ടോ. അതിൻ്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട്, അത് ഇപ്പോഴാണ് കാണണേ. ഇന്നലെ ഒന്നും കണ്ടില്ല ഗ്രൗണ്ടാന്നുള്ളത്. കണ്ടില്ല കുഞ്ഞ് സ്കൂളിൻ്റെ RKM എന്ന് പറഞ്ഞിട്ട് ഇതാ മെയിൻ ആള്. സിക്കിമിക്ക് വീട്ടിലേക്ക് പോണേ. ഒരാൾ കിടന്നിറങ്ങിട്ട് കേട്ടാ. ഗുഡ് മോർണിംഗ്. അങ്ങനെ അപ്പം ശരി, ഇവിടെ ഇറങ്ങാനുള്ള പരിപാടി നോക്കട്ടെ. ഒരാൾ മുകളിൽ നിന്ന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. പോവല്ലേ അപ്പോൾ? പോലെ ബാമ്പു ട്രക്ക്. അപ്പോൾ ഞങ്ങൾ ബാമ്പു ട്രക്കിന് പോവാ. ഞാൻ കയറുമെന്നറിയില്ല, ഇവരെന്തായാലും കയറും. എൻ്റെ കാല് സീനായറിനൊക്കെ ഉറപ്പ് പറയാനില്ല. ഞാൻ പോയിട്ട് വെറുതെ നോക്കി നോക്കും. 100 മീറ്റർ നടന്നിട്ട് പെറ്റിയിൽ നിർത്താം നമുക്ക്. എന്താ ചെയ്യാ? ഹംസയാ? ഞാൻ ഹംസ. ശരിയാണ്, പോട്ടെ. തിരിച്ചോ. അങ്ങനെ നമ്മൾ വന്ന വഴി കുറച്ചും കൂടി ബാക്കിക്ക് അടിക്ക് ഇറങ്ങി വന്നു. ഇങ്ങോട്ട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തുന്നതാണല്ലേ ചായക്കടകൾ, മരത്തിൻ്റെ തട്ട് ചായക്കടകൾ. കളിക്കാരൻ മേത്ത അതാരാ? മേത്ത അതിലുള്ള സാധനമൊന്നും ഉണ്ടാവില്ല കേട്ടോ രാവിലെ. റൊട്ടി സബ്ജി, പൂരി സബ്ജി, പൂരി സബ്ജി, पूरी सब्जी, रोटी सब्जी. खाना मिल जाएगा? खाना? हाँ, ब्रेकफास्ट. ओके. पूरी सब्जी, रोटी सब्जी. ഓക്കെ. നമുക്ക് ചായ കുടിക്കാൻ പോകാനുള്ള പരിപാടി നോക്കാം. ബിസ്ക്കറ്റ് ഉണ്ട് കുറേ. പൂരി എങ്ങനെയുണ്ട്? പൂരി 8 എത്ര? 10 8 10 ഉണ്ട് കേട്ടാ. ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ ആദ്യം പോരുന്നത്. പിന്നെ ഈ 10 ഞാൻ 10 പറയേണ്ടതാണ്. 8ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ല, അത് കാരണം 10 ഇവിടെ അച്ചാറ് എല്ലാത്തിനുണ്ട്. അച്ചാറുണ്ടാവും. പിന്നെ ഇവിടേക്ക് കടന്നു കഴിയുമ്പോ ഈ കടലക്കറി ഉരുളക്കിഴങ്ങ് തന്നെയാണ്. ജീവിതത്തിൽ ഞാൻ ഇതിനായിട്ട് പൂരി കഴിച്ചിട്ടുണ്ടല്ലേ? ട്രൂത്ത് ഓർ ഡയറ? ചായ കുടിക്കട്ടെ. അത് കഴിക്കട്ടെ. നമ്മളൊരു കുന്നിന്റെ മുകളിലേക്ക് ഒരു വെള്ളച്ചാട്ടത്തിന് അവിടെ എത്തിയിട്ടാണ്. റോഡൊക്കെ ഭയങ്കര മോശമായിട്ട് ഈ വഴി. ദൗക്കി പോണ വഴിയാണ്. ബാമ്പു ട്രക്ക് പോലെ പോണ റൂട്ടാണ്. ഭയങ്കര മോശമാണെന്ന് പറഞ്ഞാൽ നോക്കി ഉള്ളിൽ പൊളിഞ്ഞ് കപ്പാസായി കിടക്കുക. ഇവിടുത്തെ ആൾക്കാരൊക്കെ പോയത് കൊണ്ടിട്ടാ. എത്ര റോഡാ മൊത്തം പൊളിഞ്ഞ് കൊടുക്കല്. റോഡ് എല്ലാ സൈഡും പോയിട്ടുണ്ട്. നോക്കി റോഡില്ല അല്ലേ? കുറച്ച് റോഡുണ്ട്, കുറച്ചൊക്കെ പോയി. എന്തിനൊരു കഷ്ണം മാത്രമായിട്ട് നിർത്തി വേണം പോകുമ്പോൾ മൊത്തം ഇവരെന്നെ പൊട്ടിച്ച് മെറ്റലും പൊളിഞ്ഞ് ഉണ്ട് തോന്നുന്നുണ്ട്. പൊട്ടി വീണത് സംസാരിക്കാറുണ്ട്. അല്ല, റോഡ് പണിക്കുള്ള അവിടെ അത് ഇവിടുന്ന് തന്നെ ആക്കുന്നുണ്ട്. ഈ കല്ലാവില്ലത്. ഈ കല്ല് മറ്റേ ടൈപ്പ് കല്ലാവില്ല. അതും വില ഉണ്ടാവില്ലത്.
ഓ അയ്യോ ഫ്രണ്ടിൽ ജെ സി ബി റോഡ് മൊത്തം സീന. പക്ഷെ വണ്ടി പോകാൻ വലിയ കുഴപ്പമില്ല, പക്ഷെ കാണുമ്പോൾ വലിയ മൊത്തം. ഈ വണ്ടി എടുത്ത് മുതലായില്ല. റെൻ്റെടുത്ത് രണ്ടിന് ബൈക്ക് എടുത്ത് മുതലായി എന്ന് പറയാ. ഓഫ് റോഡ് അല്ലാതെ കിട്ടിയിട്ടുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മള് ചെണ്ടി ഹോൺ അടിച്ചിട്ടെടുത്തോ. വഴിയോടെ അടിക്കണല്ലേ. ഓ ഈ റോഡ് സീനുണ്ടാ നോക്കിയേ. ഫുള്ള് പൊട്ടിട്ട് എടുക്കണ റോഡിലൊക്കെ. കല്ലോളം നോക്കി ഇത്ര അടുത്ത് കുളമ്പ് വരെ എടുക്കുന്ന വെറുതെ പറഞ്ഞ വീണ ആദ്യം കഴിഞ്ഞു. എന്തൊരു പീസുള്ള ഓറിയുണ്ട്. ഇവിടുത്തെ ഇപ്പോഴേ ഈ കല്ല് പൊട്ടിങ്ങാണ്ട് ഇതിൽ ചിലപ്പോൾ പൊടിഞ്ഞ് വീണ റോഡൊക്കെ പറയാൻ പറ്റില്ലാത്ത എന്താന്നുള്ളത്. മൂക്കം കടഞ്ഞു തുടങ്ങിയില്ലോ. പനി ഉണ്ടായിരുന്ന പനിപ്പ് കുറഞ്ഞല്ലേ. പനിയായിട്ട് ഞാൻ വന്നിട്ട് നടന്നേ. അവിടുത്തെ കുറച്ച് കഴിഞ്ഞ് പുള്ളിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നോക്കി മലയാള സ്റ്റേഡിയം കൂടെ ഇറങ്ങിക്കൊണ്ടിരിക്കുള്ളൂ. അടിക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
ബാമ്പു ആയിട്ട് ബാമ്പു നോക്കി ഫുള്ള് മുളയർ 5 കളി അവിടെ വെറുതെ അല്ല ഈ മുള ഏരിയ കാരണമാവില്ല ബാമ്പു ട്രക്ക് എന്നുള്ള പേര് വന്നിട്ടുണ്ടാവുക. ഇവർ ശരിക്കും എന്തിനാണോ ഈ ബാമ്പു ട്രക്കിൻ്റെ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ? ബാമ്പു ട്രക്കിൻ്റെ ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാണെന്ന് അറിയോ? പണ്ട് ആദ്യം മനുഷ്യര് അവർക്ക് അറിയില്ല പോകാനൊക്കെ വേണ്ടിയിട്ട് എന്തിനേലും ഉണ്ടാക്കിയിട്ടുള്ളാവൂലേ? അല്ല പറഞ്ഞ പോലെ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ആവൂലേ? എന്തെങ്കിലും സാധനങ്ങൾ എത്തിക്കുക തന്നെയാവുമല്ല, വെറുതെ പണിയില്ലല്ലോ അല്ലേ? ആ ഈ മുള മുള്ളില്ലാത്ത മോളെ അങ്ങനല്ല, അതിങ്ങനെ മയം കൊണ്ടാൽ ഇങ്ങനെ അല്ല ചിലപ്പോ ഒരു സർവീസ് ചെയ്യണ്ടോ മാറ്റില്ലാവും. അല്ല അതിന് കൊല്ലങ്ങളോ നിൽക്കില്ലല്ലോ എന്തായാലും മോള. ഞാനിപ്പോ നമ്മളാ ഷോപ്പിൽ ഫുഡ് ആ അവരോട് ചോദിച്ചു നോക്കിയേ. അല്ല ചിലപ്പോൾ പുറത്ത് മുളയ്ക്കലോ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും കുറെ നാൾ കേടാവില്ല എന്തായാലും. അത് സീൻ വഴിയായിട്ട് ഇറങ്ങി പോയിട്ട് പുതിയ മുളക് മുളക്കുണ്ട്. വെറുതെ അത് വരും. അല്ല ഞാൻ പറഞ്ഞ പുതിയത് വരുന്നെന്ന് പറയാ. അതൊക്കെ മുളച്ചിട്ട് പറിച്ചുകൊണ്ടുള്ളതെന്ന് പറയാ. പിന്നെ ഇവര് ഈ ഇവിടുന്നല്ല മറ്റേ മുളകര കൂമ്പൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. മുളകര കൂമ്പിന്റെ സാധനം കഴിച്ചോക്കണമെന്നുണ്ട്. കഴിച്ചിട്ടില്ലേ? ആ ഇവര് ഇവിടുത്തെ സ്പെഷ്യലാണല്ലോ മുളക്കൂമ്പോണ്ടുള്ള കറി. ഈ മുളയരി പായസം ആ അത് ഞാൻ കഴിച്ചിട്ട് 3 6 കഴിക്കുവാ. മുളകര ഇതിലൊരു അരി പോലത്തെ സാധനം വരുമേ. അത് വയനാട് ഭാഗത്തോണ്ട് വരണതാണ് മെയിനായിട്ട്. ആ ടേസ്റ്റ് നമ്മൾ സാധാരണ മറ്റേ അരി പായസം ഒക്കെ ഇല്ല അതുപോലെ തന്നെ. പക്ഷേ ഭയങ്കര വിറ്റാമിനുകളൊക്കെയുള്ളതാണ്. ഭയങ്കര പ്രോട്ടീൻ കുറേ കാര്യങ്ങളുണ്ട് അതിൽ. 3 6 കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്ന സാധനം. അങ്ങനെ നമ്മൾ ആ റോട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബാമ്പു ട്രക്കിൻ്റെ അവിടേക്ക് എത്തിയിട്ട് കണ്ടില്ലേ? ഇതാണ് സ്ഥലം. ഇവിടുന്ന് ഞാൻ അടിയിലേക്ക് ഇറങ്ങി പോകാണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബൈക്കിന് 50 രൂപ, കാറിന് 150 രൂപ. ആർക്കെങ്കിലും ബാഗൊക്കെ ലഗേജ് ഉണ്ടെങ്കിൽ വെക്കണമെന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ വെക്കാം. കാശ് വേണമെന്ന് അറിയില്ല. കാശ് വേണമെന്ന് പറഞ്ഞാൽ അല്ലെ പൈസ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പൈസ ഫ്രീയേ? ഏതാ റോളില്ലേ വേറെ മറ്റേ നീ ബാക്കിൽ ഇതില്ലേ? അത് ബാക്കിലേക്ക് ഇട്ടിട്ട് കണ്ട് നടക്കിങ്ങനെ. ആ അങ്ങനെ അങ്ങനെ ശരി ശരി. എല്ലാവരും ഇവിടെ വന്നിട്ട് ബൈക്ക് എടുത്ത് പോകുന്ന വിചാരിച്ചിട്ട് പോകരുത്. ആ ഇതിൽ കൂടെ ഉണ്ടോ വഴി? കമ്പാടുണ്ടാണ് നമുക്ക് ഒരു വരെ. ഹായ് വാ വഴി പൊളിച്ചുട്ടാ. പോണ വഴിക്ക് ഫുള്ള് വെള്ളമാവും. മെല്ലെ ഇറങ്ങട്ടെ ഞാൻ. കാല് സീനാവല്ല ഞാൻ. ഇപ്പൊ തന്നെ വെള്ളം തീർക്കണ്ട. കുറച്ച് വെച്ചോട്ടെ. കുറച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ആവും. വെള്ളം ഫുള്ള് തീർക്കാക്കണ്ട അറിയാ. പോസ്റ്റ് ആവും. ആ താഴത്ത് സൗണ്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ എവിടെയാന്ന് അറിയില്ലല്ലോ. കാല് ചെറുതായിട്ട് വേനുണ്ട്. ഇന്നലത്തേക്കളൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി എപ്പോഴാണ് കൂടുകയാണാവോ? ഇത് ചവിട്ടുപടി ഇല്ലാത്ത കാരണം പിന്നെയും കുഴപ്പമില്ല. കാലിന് തോന്നുന്നുണ്ട്. ഇപ്പം അത്ര ഇതില്ല. നല്ല രസമുള്ള വഴി അതിൻ്റെ കിട്ടാ. 3 മണിക്കൂറിന് പറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കയറി ഇറങ്ങി വരാൻ. നോക്കി നോക്കാം എന്താ അവസ്ഥ എന്ന് അറിയില്ല. പോയി വരാൻ 3 മണിക്കൂർന്ന് പറഞ്ഞേ. കയറി ഇറങ്ങാൻ 3 മണിക്കൂർന്ന് പറഞ്ഞേ. ആ കയറി ഇറങ്ങാൻ 3 മണിക്കൂർന്ന് പറഞ്ഞേ. അവിടെ ടിക്കറ്റ് കൗണ്ടറാന്നുണ്ട്. ആ അപ്പോൾ പക്ഷെ ഇവിടെ എന്തുണ്ട്? ആ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. എഴുതാളൊക്കെ വെച്ചിട്ടുണ്ട്. ടിക്കറ്റ് കൗണ്ടറാന്നുണ്ട്. നോക്കാം. ₹100 ഒരാൾക്ക്.
कितना है 100 per head. 100 है डिस्काउंट है 4 आदमी का है कैश है ഓൺലൈൻ ടൈം എത്രയാ ടൈം ഇപ്പം എത്ര 12:30 ഒരാളെ വരട്ടെ എന്ത് ബാത്റൂമാ ഒരാൾക്ക് 400 രൂപയാണ് ഇവിടെ ചാർജ്. ആ അല്ല 4 ആൾക്ക് 400 രൂപ. എന്താ അഭിപ്രായം? അത് കണ്ടു കഴിഞ്ഞിട്ടാണ് അഭിപ്രായം പറയാൻ. ആ കണ്ടതിൻ്റെ അഭിപ്രായം പറയാം. ഇന്നലെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പുത്തനുള്ള കാട്ടാൻ നോക്കി. ഇതൊന്നും ബാമ്പു ട്രക്കിങ് പോണ വഴിയിട്ട് കണ്ടില്ലേ? അത് സീന് വഴിയാണ് ഇവിടെ. നീയാണല്ലോ മറ്റോ ഡയലോഗ് പറഞ്ഞു കൊടുത്തുള്ളേ. പ്രേമത്തിൽ മറ്റോ വന്നിട്ട് കോഴിയുടെ ഡയലോഗ് പറയുമ്പോ ചാത്തൻ കോഴി ഗിരിജായം കോഴി എന്ന് പറയുമ്പോ അതിന്റെ അല്ലേ ചേട്ടാ? സീനാണ് വഴിയൊക്കെ. പെട്ടെന്തേലും കുറച്ചിറങ്ങിയിട്ട് ഇവരെ കാല് ഈ സീനിലായിരുന്നു പണി കിട്ടും ചിലപ്പോ. ഓ കാലുമയ്ക്ക് വരാൻ തുടങ്ങിയല്ലോ. സിക്ക് പിന്നെ ഇവിടുന്ന് എവിടുന്നേലും പൊട്ടിക്ക വേന. അമ്മോ വേന കൂടുണ്ട്. സിക്കുണ്ടായിരുന്നു, ഞാൻ കണ്ടു അത്. അല്ല ഇത് പിന്നെ നേരെ വഴിക്കാനും കുഴപ്പമില്ല, ഇരുട്ടാവില്ല, സമയമുണ്ട്. അല്ല മറ്റേത് നമ്മൾ രാത്രി പോയതൊന്നാമത് കുറച്ചേരം നടക്കട്ടെ ഏട്ടാ. കുറച്ചധികം നേരം നടക്കാണ്ട്. ആ മോനെ ഉറക്കം നല്ല സീന മക്കളെ. കാലി സീന തുടങ്ങിയിട്ടുണ്ട്. കാല് ഞൊണ്ടിയിട്ട് കാല് ഊരി വെച്ചിട്ട് കൊണ്ടുവരാൻ സുഖമായിരുന്നു കേട്ടത്. ഞാൻ വിചാരിച്ച പോലല്ല. പക്ഷെ ഒന്ന് വേന കുറഞ്ഞ പറഞ്ഞതാ. കാലില്ലാണ്ട് മറ്റേ സ്ട്രെച്ചർ കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവില്ല അല്ലേ? സ്ട്രെച്ചറിൽ കൊണ്ടുവരാൻ ചോദിക്കുക 4 മാസം 10,000 രൂപയല്ലേ? 4 മാസം സുഖമായിട്ട് ജീവിക്കുക. ഇതൊക്കെ മുളേറെ ചെറുത് തന്നെയാവുണ്ടല്ലേ? സൈഡിലും 2 സൈഡിലും ബാമ്പുടെ ഇതൊക്കെ ബാമ്പുവാ. ബാമ്പുവിന്റെ ബ്രിഡ്ജില്ല. അങ്ങനെ ഈ കാടിനുള്ളിൽ കൂടെ ഒക്കെ പോകണം കേട്ടോ. അവിടെ അടിയിൽ കട കാണാണ്ട് കറക്റ്റ് സ്ഥലത്താ. വെള്ളം തായ്ക്കുന്ന സ്ഥലത്തുമ്പോ കട വന്നിട്ടില്ലേ? ഇറങ്ങടാ. ബാക്കിൽ ആൾക്കാരുണ്ട് നടത്തി കിട്ടോ. ഇരിക്കണോ? ഇവിടെ നിൽക്കാൻ പറ്റുമെന്നിട്ട് പോയാൽ മതിയില്ലേ? ബാമ്പു ട്രക്കിങ് പോണ വഴിക്ക് കുറച്ച് സീനാട്ടാ. കാലി ഭയങ്കര സീന മക്കളെ. എന്ത് ചെയ്യുന്നത് അറിയാമില്ല. കയറുമ്പോൾ എന്തായാലും പെടും. എന്തായാലും ഇറങ്ങാം. എന്തായാലും ഉച്ചയായി ഇറങ്ങാൻ കുഴപ്പമില്ല. അല്ലാണ്ട് വേറെ പാകില്ല. ഇതൊക്കെ വന്നിട്ട് കാണാണ്ട് പോലും നടക്കില്ലല്ലോ. കുറച്ച് നേരം പോയിട്ടാണെങ്കിലും പിന്നെ കയറാം. വേഗം കണ്ടിട്ട് വേഗം കയറാം. അപ്പോൾ കാലിൽ ഓടി തീരെ കൊടുക്കണമല്ലോ. ഞൊണ്ടി നടക്കണം. കണ്ട ഈ നിലയ്ക്ക് മോന്തേരെ മോന്തിയൊന്നും അത്ര രസം ഉണ്ടാവില്ല കാണുമ്പോൾ. വേണിച്ചിട്ട് അമ്മോ ലോഡ് മൊത്തം ഇങ്ങനെ. ഇത് ബാമ്പു എന്ന് പറഞ്ഞിട്ട് ബാമ്പൊന്നും കാണാനില്ലല്ലോ. ഒരു പുഴയോടൊക്കെ എന്തിനോടൊക്കെ എത്തിയിട്ടുണ്ട്. സീനാട്ടാ. കാലിൻ്റെ ഉപ്പാടാണ് ഇങ്ങനെ. ഇവിടെ ബോംബെ ബാമ്പൂണ് വീണ് കഴിഞ്ഞാൽ നല്ല രസമാകും. അത് കാല് ഞൊണ്ടിട്ട് നടക്കണം. അതിൻ്റെ ഇടയിൽ കൂടെ വീഴും കൂടി കഴിഞ്ഞാൽ
ഇവിടെ കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ പടിക്ക് എത്തിയപ്പോൾ കട ഉണ്ട് ഇവിടെ. അങ്ങനെ പരിപാടി. അവരൊക്കെ അവിടെ ഇരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നടക്കുന്നു. അവർക്ക് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റി. ഞാൻ കുറച്ച് സമയം എടുക്കത്താൻ. ഞാൻ പിന്നെ വേഗം ഇറങ്ങി. അയ്യോ അത് നോക്കി, നല്ല ചെറിയൊരു ബാമ്പു. ഇതെന്താ കല്ലിൻ്റെ മുകളിൽ മറ്റേ റൂമിൻ്റെ കവാടം പോലത്തെ എന്തൊക്കെ ഇട്ടിട്ടുണ്ട്. ബാമ്പു ഇതുണ്ട്. ഇതാണോ? വേറെ ഒന്നുമില്ലേ? ഇവിടെ 2 ആൾക്കാരുണ്ട്, കപ്പിൾസൊക്കെ ഉണ്ട്. ഇവിടെ വേറെ എവിടെ? ഇതാണോ ബാമ്പു ബ്രിഡ്ജ്? ഇത്ര ഉള്ള അവിടേക്ക് വേറെ വഴിയുണ്ട് പോകുന്നുണ്ട്. നല്ല ഇവിടെ നിന്നിട്ട് പോവാൻ നോക്കഞ്ഞി. ഇതാണ് ബാമ്പു ബ്രിഡ്ജ്. കണ്ണിലൊക്കെ എന്തോ പ്രാണികളൊന്നും ഇരിക്കുന്നുണ്ട്. ബാമ്പു ബ്രിഡ്ജ് നൈസ് അതിൻ്റെ കേട്ടോ. ഓ ഇത് കൂടെ നടക്കാൻ തീരെ എളുപ്പമില്ല കേട്ടോ. അടിയിലെങ്കിൽ നല്ല വെള്ള പൂഴിയാ. ഓ കണ്ണിലൊക്കെ എന്തോ പ്രാണികളൊന്നും ആവുണ്ടല്ലോ. എന്ത് പ്രാണികൾ കണ്ണിക്കൊക്കെ എന്താ പ്രാണികളൊന്നും കയറുക. ഇതാണ് ബാമ്പു ബ്രിഡ്ജ്. നമ്മുടെ സ്റ്റാർട്ടിങ് കയറുമ്പോൾ ഇതാ കാണും. എനിക്ക് നല്ല വെള്ള പൂഴിക്ക് ഇവിടെ. ഇവിടെ നിന്ന് എല്ലാം അങ്ങോട്ട് പോവാം. അവിടുന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രിഡ്ജ് വരും. ഇത് നല്ല സൈൻ ഉണ്ട്. ബ്രിഡ്ജ് നോക്കി നമ്മളെ ഫ്രണ്ട് വേറെ 2 ആൾക്കാർ പോകുന്നുണ്ട്. അവർ മാത്രമേ കാണാനുള്ളൂ. പിന്നെ വേറെ ആരും കാണാനില്ല ഇവിടെ. ഇവിടുന്ന് കുളിക്കൊണ്ടിട്ട് ഇവിടുന്ന് ആട് കിടന്നിട്ട് നല്ല കണ്ണീര് പോലത്തെ വെള്ളം നോക്കിയേ. ഇതാണ് ബ്രിഡ്ജ് കണ്ടില്ലേ? നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാല് കേട്ടാനുള്ള സീന് മറ്റവരും ഇവിടെ ആൾക്കാരെ കാണാനൊന്നുമില്ല. അവർ വന്നിട്ടൊന്നുമില്ല. നമുക്ക് നല്ല നടക്കാം. അവർ വരട്ടെന്തായാലും. അവർ പറഞ്ഞാൽ അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒക്കെ സീന് വഴിയാവും. കാല് സീനുകളാണ് ഏറ്റവും ചടങ്ങ്. വഴി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീന് വഴിയാണ്. ഇവിടുന്ന് മുളിക്കാന്ന് ഫുള്ള് കല്ലാട്ടാണ്ടില്ലേ. ഫുള്ള് പാമ്പൊന്നുമല്ല, ഫുള്ള് കല്ലും ഒക്കെ ഉണ്ട് ഇതിൽ. നല്ല വേനയ മക്കളെ, എന്തൊക്കെ ചെയ്യാ. ഗംഭീര വേന പറഞ്ഞ ഗംഭീര വേനേ. എന്തായാലും കയറണ ഞൊണ്ടി കയറണ വേറെ പാകില്ല. ഒരു ജാതി കുറച്ചില്ലായാലും ഇങ്ങനത്തെ വരുമ്പോൾ കൂടുതൽ സീനേ. ഇതാണ് ബാമ്പു ട്രക്കിങ് കണ്ടില്ലേ. ഇത് 1.5 മണിക്കൂറിന് 1.5 മണിക്കൂറിന് വേണ്ടിയില്ല. അതൊക്കെയുള്ളതുകൊണ്ട് കഴിഞ്ഞുകൊണ്ട് മുകളിലും കാണാൻ ഞാൻ അറിയില്ല. അടിയിൽ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഞാനൊക്കെ പാറപ്പുറത്തൊക്കെ കൊണ്ട് നോക്കി നല്ല വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. പാറയുടെ മുള്ളാറ് കിടന്ന് നടക്കണ്ടല്ലോ. അത് ചീഞ്ഞ സ്ഥലമാട്ടത്.
ഇപ്പോൾ ഇത്ര ദൂരം നടന്നാലും ഇവിടെ മാത്രം അടിയിലുള്ള കേട്ടോ, ബാക്കിയൊക്കെ മറ്റേ ഇതാണ്. ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് വഴി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ. വെള്ളത്തിൽ ഇറങ്ങണമെങ്കിൽ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇറങ്ങണം എന്നുണ്ട്. ഇവിടെ എന്നിട്ട് അഡൽട്ട് 30 രൂപ ചിൽഡ്രൻസ്. നാച്ചുറൽ സ്വിമ്മിംഗ് പൂള് ഇവിടെ ഇറങ്ങണങ്ങ. ഇതിന് വരെ കാശാ എന്താ അല്ലേ? ഓ ചാടി നോക്കിയേ, കറക്റ്റത് കിട്ടിയില്ല അവൻ ചാടണത്. അതിന് മുകളിലേക്ക് ചാടി. നമുക്ക് എന്തായാലും ഇങ്ങോട്ട് നടന്നു പോവാം. വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. നമ്മുടെ പിള്ളേരൊക്കെ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് മെല്ലെ. ഞൊണ്ടിക്കാലം വെച്ചിട്ട് നടക്കണമെന്ന് മക്കളെ ഫീല്. ഫുള്ള് നോക്കിയേ. വന്നു കഴിഞ്ഞ് ഇവിടേക്ക് വരണം കേട്ടോ. ഇന്ന് മുതൽ സാധനമാണ്, കാണാൻ മാത്രമല്ല ഉണ്ട്, കാണാൻ മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ഞൊണ്ടിക്കാലം വെച്ചിട്ട് ഇത്ര പേരുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും വരാൻ പറ്റും കേട്ടോ. അത് ഉറപ്പാണ്. ഇത് കണ്ട പകുതി ക്വാണ്ടിറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നടക്കളൊരു വഴി. നീയും വേണം ഞാനും വേണം. നമ്മുടെ പിള്ളേരെ കടന്നു വരുന്നു. വലിയൊരു ഒട്ട് അടിക്ക് നോക്കി തന്നെ. വരുമ്പോൾ പൂളിൽ ഇവിടെ വരുന്നവർ മിക്കതും പൂളിൽ ഇറങ്ങും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ 30 രൂപ കൊണ്ട് പറഞ്ഞേ. പക്ഷെ അത് നമ്മൾ വേർത്ത് പിണ്ടി പോകും. ഞാനൊക്കെ പിന്നെ വേർത്ത് കുളിച്ചൊരു ലെവലായിട്ട് കേട്ടോ. നല്ല വെറൈറ്റി വലിയ ഇട്ടുകാലികൾ അതിൽ കാണണമെന്ന് അറിയില്ല. വലിയ വലിയ ഇട്ടുകാലികളൊക്കെ ഉണ്ട് ഇതിൽ. കാല് നല്ല വേനിക്കുണ്ട് മക്കളെ. കണ്ണിന് വെള്ളം വരില്ല വേഞ്ചിട്ട്. ഇവിടെ മറ്റേ കണ്ണിൽ വേണേ കണ്ണീച്ചാന്നൊക്കെ അറിയില്ല, അതേപോലെ സാധനം കൊണ്ട് എൻ്റെ കണ്ണിക്ക് നിറച്ച് വരുന്നുണ്ട്. അവിടെ നിന്ന് നിറച്ചാൽ ഓ എന്ത് വേണം ഒരു വടി എവിടെ നിന്ന് ഒപ്പിക്കണം. ഇവിടെ ഒന്നും കാണില്ല, കത്തിയൊന്നുമില്ല. പുറത്തെടുക്കാതെ പ്രശ്നമാവില്ല. അങ്ങനെ വെട്ടിയെടുക്കാൻ എന്തെങ്കിലും ചെയ്യാറുന്നു. അയ്യോ ഫുള്ള് പാറയുള്ളിൽ കൂടെയൊക്കെ ആണല്ലോ. ഇത്ര ദൂരമൊക്കെ തിരിച്ചിറങ്ങണ്ട, അതാലോചിക്കുമ്പോഴാണ്. പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും എടുക്കണൊക്കെ ഉണ്ടാവും. സന്യാസിമാരെല്ലാം കത്തിച്ചിട്ടൊക്കെ ഉണ്ട്. കണ്ടോ പാറയുടെ ഉള്ളിൽ കൂടെ താങ്ങാൻ പോണെങ്കിൽ. ഓ കാലി. ഓ ബാമ്പുട്രക്ക് സീന് സ്ഥലാട്ടാ. നോക്കിയേ മോളിക്കുള്ള വഴിയായി. കണ്ട കുറച്ച് കയറ്റാട്ടഞ്ഞ്. ഏയ് നേരെ മോളിക്ക് നോക്കുമ്പോൾ ആകാശം കാണണല്ലോ. ഓ എൻ്റെ പൊന്നോ, കാൽമിക്ക് നല്ല ലോഡാകുമ്പോളേ. അല്ല എൻ്റെ മക്കളെ കാൽമിക്ക് വഴിയൊക്കെ സൂപ്പർ സാധനമല്ല കേട്ടോ. ചെറിയ ടെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ വരിക സൂപ്പറാ. ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെന്ന് വെറുതെ വെട്ടി തെളിച്ച്. പക്ഷെ ഇവിടെ രാത്രിയൊക്കെ ആൾക്കാരുണ്ടോ. ഇതോടെ നീ മുളയുടെ ഉള്ളിൽ കൂടെ വെള്ളമൊക്കെ കൊണ്ടല്ലോ. എൻ്റെ പൊന്നോ, ഒരു കാര്യം പറയാം. കാലൊന്നും വയ്യാത്തൊരു വരാൻ നിൽക്കണ്ട കേട്ടോ. ഉള്ള കാര്യം പറയാം. കാല് സീന് വരിക. കാലും കൊണ്ട് ഞാൻ എന്നിട്ട് പറയും വേണം എനിക്ക് കയറ്റാ അയക്കോ. ഇത്ര നേരം ഇറക്കാറുന്നു കേട്ടോ. കയറ്റായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സീനാകുന്നുണ്ട്.
ടെൻ്റൊക്കെ ഉണ്ടെങ്കിൽ ടെൻ്റെ അടുത്ത് വന്ന് ഇവിടെ എവിടെയെങ്കിലും അടിച്ച് കിടക്കാം. അവിടെ ഒരു മണ്ടയിലൊക്കെ ഒരു സ്ഥലമുണ്ട് ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന പോലത്തേക്ക്. അമ്മോ അമ്മമ്മോ നല്ല സുഖമുണ്ട് നോക്കളെ. ഓ കാല് തീരുമാനമാവുന്നുണ്ട് മക്കളെ. ഇതും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. നോക്കിയേ ഓരോ പണിയുണ്ട്. ഇങ്ങനത്തെ ഒരു നല്ല സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ ഓരോ പണികൾ വരിക. നടന്ന് കയറാൻ പറ്റി കഴിഞ്ഞാൽ കയറി തന്നെ. ഇവിടെ ബി എ ബി എ കാരണം കണ്ടേ ബി എ ഇംഗ്ലീഷ് ആകെ 28 സബ്ജക്റ്റിലുള്ളൂ. ആകെ 28 സബ്ജക്റ്റിലുള്ളോ? നേർക്ക് നടക്ക് മറ്റേ മിനിറ്റ് ഞാൻ നാട് കയറണം. അഡ്വഞ്ചർ ടൈപ്പ് പറഞ്ഞാൽ കഴിഞ്ഞ് കയറണം. എന്തേ ഇവിടെ തലയൊക്കെ ഇതൊക്കെ ഏകി. അയ്യോ എന്തിട്ട് ഇത് പോലെ ഇവിടെ കേറി കേറി. അമ്പോ കടുപ്പനായി. ബാമ്പു ട്രക്ക് പൊളിച്ചു വിട്ടാ മക്കളെ, രക്ഷയില്ല. ഓ ഇതാണ് ബാമ്പു ട്രക്ക് ഇട്ടത്. സീന വഴിയാണ് നോക്കിയേ. അയ്യോ അയ്യോ മക്കളെ. വഴിയൊക്കെ കണ്ടില്ലേ? അത് സീന വഴിയാ. എന്നാ കണ്ടില്ലേ? ഇങ്ങനത്തെ റോപ്പിട്ട് കെട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതുമൊന്ന് മുള കമ്പി വെച്ചിട്ട് കണ്ട അങ്ങനെ ലോക്കായിട്ട് ഇട്ടിട്ട്. പക്ഷെ ഇതൊരു മാറ്റം ഉണ്ടാവില്ല ഇടയ്ക്ക്. ഇതാ ഇത് കുലുങ്ങുണ്ട്. ഇത് പൊട്ടി വീഴില്ലല്ലോ. എൻ്റെ പൊന്നു ഇത് സീനായിട്ടത് ആകെ കിടന്ന് കുലുങ്ങുക. മറ്റേ കാണാൻ പിള്ളേരാണ് പാടി നിർത്താൻ പറയുന്നുണ്ട്. എൻ്റെ പൊന്നു ഇത് ആകെ സൗണ്ട് ആട്ടത് സീനാണ്, പേടിയാവും. ഓ അടിക്ക് പോയി ഞാൻ നോക്കിയാ ഇവിടെ കിടക്കണല്ലോ. ഇവിടെ പൊട്ടി വീണിട്ടുള്ള കാണാണ്ട് കണ്ട മോളേരെ. ഓ അങ്ങനെ ഇവിടെ എത്തി മക്കളെ. ഇത് സീന് പാലാട്ടത്. ഇളകുമ്പോൾ നമുക്ക് പേടിയാവും. ഇനിയുള്ളത് എങ്ങനെയാണെന്ന് അറിയില്ല, നോക്കട്ടെ. കണ്ടോ ഇതേപോലെ റോപ്പ് വലിച്ചു കെട്ടിയിട്ട് അപ്പം ഉണ്ടാക്കിയത് സമ്മതിക്കണം ആദ്യം. അമ്മച്ചി അത്യാവശ്യം ഇവിടെ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പണിയുണ്ട്. പക്ഷേ മോളേമ കൂടെ നടക്കുന്നത് അത്ര വലിയ കുഴപ്പം തോന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കാലിന് വലിയ ശല്യമില്ല. കാല് പൊക്കി വയ്ക്കുമ്പോഴാണ് സീനി. അയ്യോ അയ്യല്ലോ അയ്യല്ലോ. ഇതേ പഠിക്കാൻ പോണത് ചോദിച്ചു. ഇത് കഴിയണില്ലല്ലോ. ഇത് കുറേ ഇത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കൈതച്ചക്കൊക്കെ ഉണ്ടാക്കി നോക്കി. ഇവിടെ പോയത്തുണ്ടെന്ന് ഞാൻ പൊട്ടിച്ചയക്കും. അവിടെ നിന്ന് ഇഷ്കുന്നുണ്ട് കൈതച്ചക്ക. ആരോ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ട്. ഇത് കൃഷി ചെയ്യണം കൊണ്ടിട്ട് ഇവിടെ കൈതരെ. സീനാണ് മക്കളെ. ഞാൻ നേരത്തെ പിണ്ടി പരിപാടിയിട്ടാ ഫുഡൊക്കെ ഇട്ട് നടന്നതാണ് ഉള്ള കാരണം. എൻ്റെ സൈക്കിൾ അവിടെ ഇറങ്ങി അവരപ്പോൾ നമ്മൾ സാധനങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലല്ലോ. കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ തന്നെ ഇട്ടിട്ട് ഇറങ്ങിയല്ലേ. അതിൻ്റെ വേർത്ത് പിണ്ടി കാല് ഊരിയിട്ട് കൊണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ അവിടെ ഒരു കൈതച്ചക്ക നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ കൈതച്ചക്ക ഉണ്ട് കേട്ടോ.
പക്ഷെ പൊട്ടിച്ചോണ്ട് കഴിച്ചേക്ക് അതാ അതിലൊക്കെ നിൽക്കേണ്ട കഴിച്ചേക്കുള്ളൂ. ഉണ്ടോ നോക്കിയേ, ഉണ്ട് അതിലൊക്കെ കൈതച്ചക്കകളൊക്കെ ഉണ്ട്. കൈതച്ചക്ക ക്ഷാമൊന്നുമില്ല, ഫുൾ കൈതച്ചക്കയാണ്. അടുത്ത കയറ്റാം. ഉഷു വയ്യ ചവിട്ടോട്ടിയാണ്. എൻ്റെ പൊന്നോ വഴിയൊന്നും കഴിയണില്ല. എന്തൊരു സീനാണ് നോക്കിയത്. കുറച്ച് ആൾക്കാരെ കണ്ടു. വേറെ ഞങ്ങളിപ്പോൾ വരുമ്പോൾ പള്ളിയിൽ അച്ഛന്മാരെ നടന്നു, മലയാളികൾ 2 മലയാളി 2 തമിഴന്മാർ, അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു ഇപ്പോൾ വരുമ്പോൾ. ഉണ്ട് അവിടുന്ന് പോരിയാണ്. എൻ്റെ ഇവിടെയൊക്കെ നല്ലൊരു മണ്ണിലൊക്കെ ഉണ്ട്. ചള്ളം നോക്കി. കറക്റ്റ് ഒരു ചള്ളയൊക്കെ ഉണ്ട് കണ്ട. മുകളിലേക്ക് എത്താറായിട്ടാ തോന്നുന്നുണ്ട്. അവിടെ കൊടി കാണണ്ട അതെന്ന് തോന്നുന്നുണ്ട് മുകൾ ഭാഗം. എനിക്കത് തീരെ വയ്യ, തലക്കറങ്ങി ഇറങ്ങി വെള്ളമില്ല മക്കളെ. അലൈൻമെൻറ്റിൻ്റെ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ കാല് പെട്ടെന്ന് തെറ്റി കഴിഞ്ഞാൽ നേരെ അപ്പുറത്തേക്ക് പോവുക. അതൊക്കെയാണ് പ്രശ്നം. ഇതും കൂടിയും കയറണം. ഉണ്ടോ, ഇത് മൊത്തം കയറണം. ഓ അയ്യ. നമ്മളതിൻ്റെ മുകളിൽ തിരിഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു വഴി കാണുന്നുണ്ട്. ഇത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. ഇതും ഇറങ്ങിയിട്ട് നോക്കിയാൽ ഫുള്ള് അടിക്ക് ഇറങ്ങി പോകാണ്ട്. കുറച്ചധികം ഉണ്ട് കേട്ടോ മക്കളെ. ചില്ലറ ട്രക്കൊന്നും കേട്ടത്. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഡൗനുണ്ട്, വരുൺ ആരാധ്യമാണെന്ന് പറഞ്ഞിട്ട്. അയാൾ കന്നഡ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ എന്താ, അയാൾ ഫേസ്ബുക്കിൽ അല്ല ഇൻസ്റ്റയിൽ 1.2 മില്യനൊക്കെ ഉള്ള ആളുണ്ട്. എൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യാല്ലേ, നോക്കി നോക്കാം. भाई कितना दूर है नीचे? कितना 20 मिनट है? 20 मिनट नहीं, 20 मिनट तो लगेगा। चढ़ने से तो इतना नहीं लगता है, लेकिन थक जाता है ना। हाँ സീനിറക്കാനുള്ളത് കുറേ ദൂരം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കയറി വരണം മക്കളഞ്ഞി. ഞാൻ മരിക്കുന്നതുകൊണ്ട് എന്തായാലും ഇവിടെ വരെ വന്നിട്ട് ഇനി നിർത്താൻ ഉദ്ദേശിക്കണില്ല. എന്തായാലും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. എന്തായാലും എത്ര ദൂരം ഉണ്ടെന്നുള്ളതൊക്കെ അറിയില്ല. കാലൊക്കെ ഉണ്ട്. എന്ത് വേനോക്കളെ രസില്ലാത്തതാണ് അറിയില്ല. ആദ്യം വേനയാ. അവിടെ അറ്റത്ത് കാണാണ്ട്, അതാണ് വ്യൂ പോയിന്റ്. അവിടേക്ക് എത്തണം. അത് പൊളിക്കോട്ടാ കളി. ഇവിടുന്ന് എന്തായാലും കാണാണ്ട്, കാരണം കുഴപ്പമില്ല. അവിടെ പോയിക്കാം. ഇവിടുന്ന് ഓരോ വഴിയും ഭയങ്കര ഡേഞ്ചർ കേട്ടോ. നോക്കി ആൾക്കാർ അവിടെയൊക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ഇവിടെയൊക്കെ ആയിട്ടാണുള്ളത്. അപ്പം ഭയങ്കര ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും കാര്യമില്ല. ഭയങ്കര കുറച്ച് റിസ്കി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്കി ആണോ. ഈ മുളയൊക്കെ ചവിട്ടുമ്പോൾ ആരുടെ ഭാഗ്യത്തിനാ പോവാന്ന് പറയാൻ പറ്റില്ല. ആർക്ക് ഭാഗ്യം പൊട്ടി പോവാന്നൊക്കെ പറയാൻ പറ്റില്ല. കണ്ടോ ചവിട്ടുമ്പോൾ പൊട്ടുന്ന സൗണ്ട് കേട്ടില്ലേ. ഞങ്ങൾ എത്ര മണിക്ക് തുടങ്ങിയെന്നുള്ള ഓർമ്മയില്ല കേട്ടോ. 3 മണിക്കൂറൊക്കെ വേണ്ടിയായിരുന്നു പറഞ്ഞത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷേ കാലിന് പ്രശ്നമില്ലാന്ന് വെച്ചാൽ കുറച്ചും കൂടി പെട്ടെന്ന് ചെയ്യാത്. ഇത് നോക്കി കുറച്ചും കൂടി ഉണ്ട്. വേഗം തീർക്കാം. അപ്പോൾ സമയത്രയായി 1:30. നമ്മളെത്ര 12 മണിക്ക് വേണ്ടി വന്നുള്ളതുകൊണ്ട് അപ്പോൾ ഏകദേശം തന്നെ 1.5-3 മണിക്കൂർ. എൻ്റെ പൊന്നു നോക്കിയേ, വഴിയൊക്കെ ഭയങ്കര സീനാട്ടാ. എൻ്റെ പൊന്നു ഇത് നമുക്ക് പൊട്ടി ഈ മുളകില്ലേ, പിടിക്കണ മുളക്, ഇതൊക്കെ ഭയങ്കര സീനായിട്ട് നിൽക്കണേ.
കയറി വരുമ്പോൾ കുറച്ച് കഷ്ടപ്പെടും ഞാൻ എന്തായാലും. അപ്പോൾ കുറേ ആൾക്കാരും അങ്ങനെ വലിയ കുഴപ്പമില്ല. കുറച്ച് പേടിയുള്ളവർക്ക് കുറച്ച് സീനാവട്ടെ ഈ വഴി ഇറങ്ങല്ലേ. എന്താ വെച്ചാൽ അങ്ങനത്തെ വഴിയാണ്. ഞാൻ ഈ 1.25 വെച്ച് ഇറങ്ങുമ്പോൾ എനിക്ക് നല്ല സീനുണ്ട്. അപ്പോൾ പേടിയുള്ളവരുടെ കാര്യം പറയുമല്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ഇതന്നെയല്ലേ വഴി? ഇനി വഴി തെറ്റിയാ ഇല്ല. ആദ്യം കൂടെ അങ്ങോട്ട് കയറി പോയിട്ട് വഴിയാണുണ്ട്. അതിപ്പോൾ ഇത് കുറച്ച് ഡേഞ്ചർ വഴിയത്. കുറേ നേരം പോലത്തെ വന്ന വഴിയൊന്നുമല്ല എളുപ്പത്തിയപ്പോൾ സീന് വഴിയുണ്ട്. ഇപ്പോൾ ഈ വഴി ഇങ്ങനെ കയറി പോയിട്ട് അങ്ങനെ പോയിട്ട് അതാണ് ടോപ്പ് കണ്ടില്ലേ? അതിൻ്റെ മുകളിലേക്ക് എത്തണം ടോപ്പ്. ഇതൊക്കെ നോക്കി പടപ്പം വഴിയായിട്ട് കണ്ടില്ലേ? ഓ ഇത് സാഹസിക സാധനമാട്ടത്. വാണിംഗ് മാക്സിമം 5% അറ്റ് 1 ടൈം. ഹൈ നമ്മളൊറ്റയ്ക്ക് ഒരാളും ഇല്ല. 5% എന്നൊക്കെ അമ്മച്ചി. ഓ എൻ്റെ പൊന്നോ, എന്ത് വേനൽ മക്കളത്. അവിടെ വെള്ളം കുടിക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കണം പോയിട്ട്. ഇത് അടിപൊളി പാലാട്ടത്. ഒരു രക്ഷയില്ലാത്ത പാലെന്ന് പറയും. നമുക്ക് ആ വ്യൂ പോയിൻ്റ് അവിടേക്ക് എത്തുമ്പോൾ ഇട്ടിട്ട് നമുക്കൊരു സന്തോഷമാണ്. കണ്ടു കഴിഞ്ഞാൽ എത്ര എൻ്റെ പൊന്ന് ഇവിടുന്നൊക്കെ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അവസ്ഥ നോക്കിയിട്ട് അത്തു വേഗം നടന്നു പോവാ. ഇതിൽ കൂടെ 5 ആൾക്കാരുടെ ധൈര്യത്തിൽ നടക്കും. മിക്കി തോന്നില്ല മക്കളെ. 5 ആൾക്കാരുടെ പേടിയാവില്ല. ഫുള്ള് വടി മാത്രം വെച്ച് കെട്ടി കൊടുക്കട്ടെ. നോക്കി ഇത് കോൺക്രീറ്റ് ഒന്നുമില്ല. നോക്കി മുളം അവിടെ ഇവിടെയൊക്കെ വെച്ച് കെട്ടിയിട്ട് എന്ത് വിശ്വാസത്തിൽ നടന്നു പോകണം എല്ലാവരും. സമ്മതിക്കണം. ഇവിടെയൊക്കെ അപകടം വരില്ലാത്ത ആൾ. എൻ്റെ പൊന്നോ എന്തിട്ട് കയറ്റത്. ഇപ്പോൾ ഇതെങ്ങനെ കയറുക? ഓ ഇതേപോലത്തെ കയറ്റാണ് ഇപ്പോൾ നേരത്തെ ഇറങ്ങിയത്. ഞാൻ അത് കയറണം. ഇത് കയറാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കയറാൻ പറ്റായൊന്നുമില്ല. കയറണേ. ഞാൻ കുറച്ച് നേരം ഇത് ഓഫ് ചെയ്തേക്കട്ടല്ലേ, ശരിയാവില്ല. ഇത് സീന് കയറ്റാട്ടോ മക്കളെ. വിചാരിച്ച പോലെ നല്ല കുത്തനുള്ള കയറ്റാ. ഒരു രക്ഷയില്ലാന്ന് അറിയില്ല. ഗംഭീര കയറ്റത്. വീണ് കഴിഞ്ഞാൽ പോവും. ഫോണും ക്യാമറ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഒക്കെ പോട്ടാ. ഇതിനിപ്പോൾ എന്തെങ്കിലും നോക്കാനുള്ള സീന്. കണ്ടില്ലേ? അങ്ങനെ അത് കയറി ഇതിൽ കൂടെ ഒരു വേറെ പാലുണ്ടാക്കുന്നുണ്ടിട്ട് കണ്ടില്ലേ? കോൺക്രീറ്റിൻ്റെ ഇത് കുറച്ച് ഡേഞ്ചറായിരുന്നു. ഞാൻ കൊണ്ട് വേണ്ട മുകളിൽ കൂടെ വേറെ പോലെ ഈ അതും കൂടെ വരാൻ പറ്റുമോ? ഇല്ലിപ്പോൾ വരാൻ പറ്റില്ല. ഓ എത്ര ഈ മക്കളൊരു സമാധാനം കിട്ടിയപ്പോൾ. എത്രത്തോളം എടുക്കുന്നു അത്രത്തോളം സമാധാനം. ഹൈ 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 ഹൈ. ഇതിലിപ്പോൾ ഇതിൽ കൂടെ കടക്ക വഴി പുതിയ പാലം പണിതിട്ടുണ്ട്. പുതിയ പാലത്തിന് മുകളെ കൊണ്ടുവരുന്നല്ലോ. പുതിയതിൻ്റെ മുകളിൽ കൂടെ കയറുക. മനസ്സിലാവണില്ലല്ലോ വഴി. ഇതിൽ കൂടെ ഇങ്ങനെ ചവിട്ടി കയറാൻ തോന്നുന്നുണ്ട്. ചെയ്യണ്ട കേട്ടോ. വഴികളൊന്നും മനസ്സിലാവില്ല ശരിക്കും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ മുകളിൽ കൂടെയാണ് നടക്കുക. ഒന്നും അറിയില്ല കേട്ടത്. എൻ്റെ പൊന്നു അത് ഭയങ്കര സീനാട്ടത്. ഇതൊന്ന് കുറച്ച് പേടിയാവും നടക്കുമ്പോൾ. എൻ്റെ പൊന്നു എൻ്റെ കയ്യും കാലം കിടക്കുന്നത് നടക്കുമ്പോൾ. ഈ കുളം വീണ കഴിഞ്ഞാൽ സീനാ.
ദൈവമേ എൻ്റെ പൊന്നോ. അപ്പി കുറച്ച് പോയിട്ട് നോക്കി ഇതിൽ കൂടെ വരുമ്പോൾ പേടിയോ എന്തിട്ട് വഴിയത് നശിച്ച വഴി ഇതിൽ കൂടെ കയറുമ്പോൾ ഞാൻ ഇറങ്ങില്ല. ഞാൻ ഇതിൽ കൂടെ സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങണോ കാല് കുറച്ച് തുടങ്ങി ഇതിൽ കൂടെ ഇറങ്ങുന്ന പിന്നെ ഇതൊക്കെ എന്താ അടച്ചിട്ടുള്ളത് ഇതല്ലേ വഴിയപ്പോൾ മോളിൽ കൂടെയാണോ വഴി? തേങ്ങയ്ക്ക് പണി കിട്ടിയതുകൊണ്ടിട്ടാ ഇങ്ങോട്ട് കിടക്കാൻ പാടില്ല ഇപ്പോൾ ഇതൊന്നും മനസ്സിലാവണില്ല. ഇപ്പം ഇങ്ങനെ കിടക്കുന്ന ഉള്ളിൽ കൂടെ ഇതാണോ വഴിയെന്നൊന്നും എനിക്ക് അറിയില്ല. ഇത് തന്നെയാ വഴി മക്കളെ. ഓ സീന് സാധനം സാധനം കയറി വന്നത് കാട്ടം പോയില്ലാണല്ലോ. എൻ്റെ പൊന്നടിയിൽ നീല കളറിൽ വെള്ളം നോക്കിയേ എന്ത് രസം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ചാർജ് ചെയ്യാൻ എനിക്ക് ഫോണ് അതാണ് കുറച്ച് ബെറ്റർ. എൻ്റെ പൊന്നു പക്ക നീല വെള്ളം പറഞ്ഞില്ല, കറക്റ്റ് നീല വെള്ളം. ഇനി ഈ സാധനം കയറണം എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറണം. ഇതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അവിടെ കുറച്ച് നേരം ഇരിക്കുക, പിന്നെ വീണ്ടും ഈ കൊട്ടൻ്റെ പോലെ ഇങ്ങോട്ട് തിരിച്ചു നടക്കുക. ഓശോ ഇത് കഠിനമായിട്ടുള്ള കയറ്റം മക്കളെ. നോക്കിയേ എന്തുവില്ല കയറ്റാൻ വെച്ചിട്ടാ സീനാണ്. നമ്മുടെ മറ്റവരൊന്നും ഇറങ്ങി വന്നിട്ടില്ല കൊണ്ടിട്ട് അവരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് മണ്ടന്മാര്. ഓ അത് കയറി വന്നു മക്കളെ. ഭയങ്കര ഡേഞ്ചർ സാധനമായിട്ടാ. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നല്ല. മോളാന്ന് പറഞ്ഞാൽ പൊട്ടിപ്പൊളിഞ്ഞു പറഞ്ഞാൽ ചത്തു പോകുന്നു. ഇവിടെ കുറച്ച് പ്രായമായിരുന്നു വരാണ്ടിരിക്കുക നല്ലത്. കയറാൻ പറ്റില്ല, വെറുതെ പേടിച്ച് മരിക്കും. മുകളിലെത്തി മക്കളെ. എൻ്റെ പൊന്നു മക്കളിലെത്തി. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. ബാംബു ട്രക്ക് കഴിഞ്ഞ് മക്കളെ. കണ്ടില്ലേ ഏറ്റവും ടോപ്പ് ആണ് ഇവിടെ. കണ്ടില്ലേ കണ്ടില്ലേ അടിയിലൊക്കെ നോക്കി നല്ല നീല പനിനീര് പോലത്തെ വെള്ളം കണ്ട. എത്ര ഫീറ്റിന് വെച്ചാൽ ചാടിയിട്ടാണ് നോക്കേണ്ടി വരും. എന്തിട്ട് സാധനം വെച്ചിട്ട് മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനമായിട്ടത്. വന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. ഈ 1.5 കാലം വെച്ചിട്ട് ഞാൻ വരാന്ന് വെച്ചാല് നോക്കി അതിന്റെ മുകളിൽ ഒരു കൊടി കുത്തി വെച്ചിട്ട് അവിടെ കണ്ടാ ചുവന്ന കൊടി. അതിലിറങ്ങി കുളിക്കാൻ വേണ്ടി പൊളിച്ചു. എന്തിട്ട് സാധനം വെച്ചിട്ടാ പേടിയാവട്ടാ. സീന് വഴിയാണ്. നമ്മൾ നേരെ അവിടെ നിന്നൊക്കെ ഇറങ്ങിയത് എന്താ ഒരു ജാതി ഫീലായിട്ട് അത് മുകളിൽ കയറി കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ഞാൻ കാണിച്ചു തരാം ഒന്നും കൂടി. ഇവിടെ രണ്ട് കപ്പിൾസും കൂടി ഉണ്ട്. കുറച്ച് തമിഴ്മാർ നടന്നവരൊക്കെ പോയി. ഓക്കെ അവരുടെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നമുക്ക് മുകളിൽ കയറാം ഒന്നും കൂടി. ഇതിന് മുകളിൽ ആറ്റം വരെ കയറാണ്ട് കണ്ട അവിടെ വരെ നമുക്കൊന്ന് കയറിയിട്ട് അവിടെ നിന്ന് തീ പിടിക്കാം. ഓ അമ്മോ കണ്ടില്ലേ നമ്മൾ വന്ന വഴിയാട്ടത് മൊത്തം. നോക്കി ആൾക്കാർ ഇറങ്ങി പോകണണ്ടാ. ആൾക്കാരുണ്ട് അത്യാവശ്യം കേട്ടോ. പക്ഷേ ആദ്യം എക്സ്പീരിയൻസ് ആണ്, വേറെ തന്നെ എക്സ്പീരിയൻസ് ആട്ടത്. ആ പാലുണ്ടല്ലോ, ആ പാലെന്നെ കുറച്ച് പേടിപ്പിച്ചു ഒന്ന് നൈസായിട്ട്.
സീന് വഴിയാണ്. ഒരു രക്ഷയില്ല നോക്കിയേ. അപ്പം ഞങ്ങൾ ഇഞ്ഞൂടെ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പോവുക. അപ്പോൾ ബാംബൂ ട്രക്ക് കാണാൻ വരുന്നവരൊക്കെ ഊട്ടി വരിക, കാണുക, പോവുക. നല്ല പെടപ്പ്. വെള്ളം ഉണ്ടായില്ലേ? വെള്ളം ഉണ്ടാ കഴിഞ്ഞാ നന്നായി. അപ്പം ശരി കേട്ടോ, ഓക്കെ. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുക, ഞങ്ങൾ പോവാം. അങ്ങനെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ എത്തിയിട്ടാ. ബാംബൂ ട്രക്ക് കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ഇന്നലെ എടുത്ത റൂമിലായിരുന്നു, നേരെ ഓപ്പോസിറ്റ് റൂം ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ എടുത്തത്. പയ്യെ മക്കളെ പാടളങ്ങി കാണിച്ചാൽ റൂം. നഗ്നതാ പ്രദർശനം. അങ്ങനെയാണ് പരിപാടി. ഇനി വയ്യ കിടക്കാനുള്ള പരിപാടി നോക്കട്ടെ. സീനാണ് കാര്യങ്ങൾ. ഇതാണോ റൂം? 1000 രൂപ 4 ആളുടെ വലിയ റൂം. ഒത്തിരി റൂമിനോട് ബാത്റൂം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോഴേക്കാണ് കാലൊക്കെ ഇല്ല എനിക്ക്, പോയി കാലൊക്കെ.